ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മിൽക്ക് ഷേക്ക്സ് തയ്യാറാക്കാം. ഒന്ന് മിൻറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടും ഒന്ന് ചീസ് ലവേഴ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് മിൻറ്റ് ചോക്കോ ചിപ്സ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു കൈ നിറയെ മിൻറ്റ് ലീവ്സ് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരല്പം ചോക്ലേറ്റ് ചിപ്സ്, കുറച്ച് ഐസ് ക്യൂബ്സ്, ഹാഫ് എ കപ്പ് ഓഫ് മിൽക്ക്, പിന്നെ 4 സ്കൂപ്പ് വാനില ഐസ്ക്രീം. അപ്പോൾ ഒരു ബ്ലെൻഡർ എടുത്ത് 4 സ്കൂപ്പ് വാനില ഐസ്ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സെർവിങ്സിൻ്റെ അളവാണ് പറയുന്നത്. അതിനുശേഷം ഹാഫ് എ കപ്പ് ഓഫ് മിൽക്ക്, കൈ നിറയെ മിൻറ്റ് ലീവ്സ്, പിന്നെ ഒരു 6 ഐസ് ക്യൂബ് ചേർത്ത് ബ്ലെൻഡറിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. മിൻറ്റ് ലീവ്സൊക്കെ ഒന്ന് അരിഞ്ഞ് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സും ആഡ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് ഒന്ന് തണുപ്പിച്ച് അതിനുശേഷം അതിന് ചുറ്റും നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ തയ്യാറാക്കി വെച്ച മിൻറ്റ് ചോക്കോ ചിപ്സ് ഷേക്ക് നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിൻറ്റ് ചോക്കോ ചിപ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അതൊരല്പം ഫ്രഷ് മിൻറ്റ് സ്പ്രിങ്സും ചോക്കോ ചിപ്സും കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചീസ് ലവേഴ്സിൻ്റെ സ്ട്രോബെറി ചീസ് കേക്ക് മിൽക്ക് ഷേക്ക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ല ഫ്രഷ് 8 സ്ട്രോബെറി, ഒരല്പം ക്രീം ചീസ്, ഐസ് ക്യൂബ്സ്, മിൽക്സ് ആൻഡ് വാനില ഐസ്ക്രീം വേണം. ഇനി ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് 4 സ്കൂപ്പ് ഐസ്ക്രീമും, ഒരു 8 സ്ട്രോബെറി അരിഞ്ഞതും, ഒരു ഹാഫ് എ ടേബിൾ സ്പൂൺ ക്രീം ചീസും, ഒരു 6 ഐസ് ക്യൂബ്സും, ഹാഫ് എ കപ്പ് ഓഫ് മിൽക്കും ആഡ് ചെയ്ത് നല്ല പോലെ ഒരു ബ്ലെൻഡറിൽ നമുക്ക് അടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു സ്ട്രോബെറി ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് ചതച്ചെടുക്കണം. ഇത് ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്. ഇതുപോലെ ഇനി നന്നായി തണുപ്പിച്ചൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാം. ഇനി ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീമും, അതിന് മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സ്ട്രോബെറി ക്രഷും, പിന്നെ പൊടിച്ചു വെച്ച ഒരു ബിസ്ക്കറ്റും ചേർത്തൊന്ന് ഡെക്കോർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മിൽക്ക് ഷേക്സും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇവിടെ ഇപ്പോൾ 2 സെർവിങ്സിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ചൂടുകാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഷേക്കാണിത്. നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലോ, അതുപോലെ ഇവിടെയും ക്ലൈമറ്റ് മാറി ചൂടായി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലേക്കൂടെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ റെസിപ്സിൻ്റെയും വീഡിയോസിൻ്റെയും ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ ഈ 2 ഷേക്ക് റെസിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.